അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിക് സ്പീച്ച് എന്ന് പറയുന്ന നമ്മുടെ എപ്പിസോഡിൽ ഇന്നത്തെ വിഷയം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു BDS വിദ്യാർത്ഥി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തു. സങ്കടകരമായ ഒരു റിപ്പോർട്ടാണ്. എന്തിനടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിച്ചത്? നിതിൻ രാജ് ഒരു പിന്നോക്ക ജാതിയിൽ ജനിച്ചു വളർന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഹിന്ദുമതത്തിൽ 5000 ചില്ലാനം ജാതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 3000 സവർണരാണ്, 2000 പിന്നോക്കക്കാരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടനയുടെ ചെയർമാൻ, ആ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി ഡോക്ടർ അംബേദ്കർ ആണെന്നും നമുക്കറിയാം. എന്തുകൊണ്ടാണ് അംബേദ്കർ ആ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് നിങ്ങൾക്കറിയാമോ? അംബേദ്കർ ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു, പട്ടികജാതിക്കാരനായിരുന്നു. ഒരുപാട് പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമായ ഒരു വിദ്യാർത്ഥി. അദ്ദേഹം താഴ്ന്ന ജാതിയിൽ ജനിച്ചു വളർന്നു. ക്ലാസ് റൂമിൽ സവർണരിരിക്കുന്ന ബെഞ്ചിൽ ഇദ്ദേഹത്തിന് ഇരിക്കാൻ സീറ്റ് കൊടുത്തിരുന്നില്ല. സവർണരായ അധ്യാപകരും സവർണരായ വിദ്യാർത്ഥികളും അദ്ദേഹത്തെ പാടെ അവഗണിച്ചു. ക്ലാസ് റൂമിൽ പോലും അടുത്തിരുത്തിയിരുന്നില്ല. ക്ലാസ് റൂമിൻ്റെ പിന്നിൽ ചാക്കിട്ട് ഇരുന്ന് പഠിച്ചാണ് അംബേദ്കർ വിദ്യാഭ്യാസം നേടിയത്. ഒരുപക്ഷെ അദ്ദേഹം വന്ന് പ്രതിജ്ഞയിട്ടുണ്ടായേക്കാം, ഞാനടക്കമുള്ള ഈ പിന്നോക്ക സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം പഠിച്ചു വളർന്നു വലിയ ഒരാളായി. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിൻ്റെ ചീഫ് അദ്ദേഹമായിരുന്നു. ആ ഭരണഘടനയിൽ പറയുന്നുണ്ട്, പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും മുൻഗണന നൽകണം, ജാതീയത പാടില്ല എന്ന് ഭരണഘടനയിൽ പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ജാതീയതയെ സംബന്ധിച്ച് ഗൗരവമായി കാണുന്നു. ആർട്ടിക്കിൾ 14 പറയുന്നത് സമത്വമാണ്. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും സമത്വം, സാഹോദര്യം, സ്നേഹത്തിൽ കഴിയണം. 17 പറയുന്നത് ഐത്തം പാടില്ല, ഐത്താം എന്ന് പറയുന്ന രീതി നിർമ്മാർജ്ജനം ചെയ്യണം. അതിനു വേണ്ടിയാണ് ഭരണഘടനയിൽ പ്രത്യേകമായൊരു പട്ടിക, അതാണ് പട്ടികജാതി എന്ന് പറയുന്നത്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി സാമ്പത്തികം, സാമുദായികം, സാംസ്കാരികം, വിദ്യാഭ്യാസപരമായിട്ട് മറ്റുള്ളവരെ പോലെ എല്ലാവിധ മേഖലകളിലും ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രത്യേക ഒരു രേഖ ഭരണഘടനയിലുണ്ട്. അതാണ് പട്ടികജാതി, പട്ടിക വിഭാഗം എന്ന് പറയുന്നത്. അതിൽ പഠിച്ചു വളർന്ന പട്ടികജാതികളുടെ വിഷമങ്ങൾ അറിഞ്ഞ നമ്മുടെ അംബേദ്കർ പിന്നോക്കം നിൽക്കുന്നവരുടെ പുരോഗമനത്തിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ആ രാജ്യത്താണ് ഇന്ന് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ അറിഞ്ഞത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അപമാനമാണ്, അപമാനമല്ല. ഇതുകൊണ്ടൊന്നും ഇത് തീർന്നില്ല. ഹൈദരാബാദിലെ ഒരു വിദ്യാർത്ഥി, ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി, രോഹിത് വെമുല എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ഇതേപോലെ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിനും ക്യാമ്പസിൽ നിന്ന് ഒരുപാട് പീഡനം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഉണ്ടായത്. ഓരോ 18 മിനിറ്റിലും ഒരു ദളിതൻ ആക്രമിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന റിപ്പോർട്ടുകൾ. ഓരോ 18 മിനിറ്റിലും പ്രതിദിനം ദളിതന്മാർക്ക് നേരെ 27 അക്രമങ്ങൾ, ആഴ്ചയിൽ 6 ദളിതരെ കാണാതാവുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാംസ്കാരിക കേന്ദ്രം രാജ്യം അല്ലെങ്കിൽ സാക്ഷരത രാജ്യത്ത് ഈയിടെ ഉണ്ടായ ഈ സംഭവം അപമാനമാണ്, ദുഃഖകരമാണെന്ന് കൂടി മനസ്സിലാക്കണം. തൻ്റെ കുട്ടിക്ക് എൻട്രൻസ് മുഖാന്തരമാണ് BDSന് അഡ്മിഷൻ കിട്ടിയത്. സെൽഫ് ഫിനാൻഷ്യൽ കോളേജാണ്. ട്യൂഷൻ ഫീസിൽ കുറവുണ്ടാവും. ഹോസ്റ്റൽ ഫീ കൊടുത്താലും പഠിച്ചെനിക്ക് ഡോക്ടർ ആവണം അച്ഛാ, നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീരും, ഞാൻ പഠിച്ചൊരു ഡെൻ്റൽ ഡോക്ടറായാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചരക്കണ്ടി കണ്ണൂരുള്ള ആ സെൽഫ് ഫിനാൻഷ്യൽ കോളേജ് കുട്ടിയെ കൊണ്ട് ചേർത്തത്. ഈ വർഷത്തെ വിദ്യാർത്ഥിയാണ്. ഇത്രയും മാസങ്ങളായപ്പോൾ അദ്ദേഹം ഒരുപാട് മാനസികമായ പീഡനങ്ങൾ അനുഭവിച്ചു, ആത്മഹത്യ ചെയ്തു. ഇത് ഉണ്ടായിക്കൂടാ. ഈ സംഭവം വളരെ ഗൗരവമായിട്ട്
ഓരോരുത്തരും കാണേണ്ടതാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ രാജ്യത്ത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് മീനാക്ഷിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശമാണ്. 82-83 കാലഘട്ടങ്ങൾ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ പേര് തന്നെ മീനാക്ഷിപുരമാണ്. അവിടെ വെറും ദളിതുകളാണ്, പട്ടികജാതികളാണ്, പിന്നോക്കക്കാരാണ്, താണജാതിക്കാരാണ്. ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും സൗകര്യമില്ല. സവർണനെ കാണാൻ പാടില്ല, സവർണർ കയറുന്ന ഹോട്ടലിൽ കയറാൻ പാടില്ല, സവർണർ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല. അപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം, ആരാധനാലയങ്ങൾ അവർക്ക് വിലക്കപ്പെട്ടു. അങ്ങനെ ഇവർ മാനസികമായി തകർന്നു. ഒരു ചായക്കടയിൽ കയറി ചെന്നാൽ ആ രാജ്യത്തുണ്ടായിരുന്ന അവർണർ അല്ലെങ്കിൽ പട്ടികജാതിക്കാർ, താണജാതിക്കാർക്ക് സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് ചായ കുടിക്കാൻ പാടില്ല, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, തറയിൽ മുറ്റത്തൊക്കെ ഇരിക്കണം. പ്രത്യേകമായ ചിരട്ടയിലൊക്കെയും അവർക്ക് ചായ കൊടുത്തിരുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ മനനൊന്ത് ഒരു കൂട്ടം, ഒരു ഗ്രാമം മുഴുവനും, മീനാക്ഷിപുരം എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ മുഴുവനും പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ജനങ്ങൾ മുഴുവനായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതത്തിൽ അതില്ല, അതിൽ ജാതീയതല്ല, വലിയവനെന്നോ ചെറിയവനെന്നില്ല, സമ്പന്നനില്ല, ദരിദ്രനെന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരും ഒരേ തുല്യമായി കാണുന്ന മതം ലോകത്ത് ഇസ്ലാം മതം മാത്രമാണെന്ന് കണ്ട് മനസ്സിലാക്കിയ ആ ദലിതുകൾ, ആ മീനാക്ഷിപുരം ഗ്രാമത്തിലുണ്ടായിരുന്ന താഴ്ന്ന ജാതിക്കാർ മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ചു. നിങ്ങൾക്കറിയാമോ, അതേപോലെ തന്നെ 70, 75, 79 കാലഘട്ടങ്ങളിലായിരിക്കും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വേൾഡ് ബോക്സിംഗ് ചാമ്പ്യനായ ചാൾസ് ഗ്ലേ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ ഗുസ്തിയിൽ എല്ലാവരെയും ഇടിച്ച് മറിച്ചിട്ട് ലോകത്ത് തന്നെ ഒന്നാമതായ ഒരു ഗുസ്തിമാൻ, വേൾഡ് ചാമ്പ്യൻ എന്ന് പറയാം, ഗുസ്തിയിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടി. ലോകത്ത് അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്താനോ മറികടക്കാനോ ഒരു ശക്തിയുമില്ല എന്ന് തെളിയിച്ചു. അദ്ദേഹം അമേരിക്കക്കാരനായിരുന്നു, കുറച്ച് കറുത്തവനായിരുന്നു, തൊലി കറുത്തവനായിരുന്നു. അദ്ദേഹം വേൾഡിൽ ചാമ്പ്യനായിട്ട് തിരിച്ചു തന്നെ നാട്ടിലേക്ക് വന്നപ്പോൾ ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തൊലി കറുപ്പാണ്. വെള്ളക്കാർ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം വിചാരിച്ചു എനിക്ക് വലിയതായ സ്വീകരണമൊക്കെ നൽകുമെന്ന്. സ്വീകരണം പോയിട്ട് അംഗീകാരം പോലും നൽകിയില്ല. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ, വെളുത്തവർ ഭക്ഷിക്കുന്ന ഹോട്ടലാണ്, ഗെറ്റ് ഔട്ട് അടിച്ചു, പുറത്തു പോകാൻ പറഞ്ഞു, നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല. അദ്ദേഹം വളരെ മനനൊന്തു. ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ്, വേൾഡിൽ തന്നെ ലോക ബോക്സിംഗ് ചാമ്പ്യനായി മാറിയിരിക്കുകയാണ്. അങ്ങനത്തെ എനിക്ക് സ്വന്തം നാട്ടിൽ അംഗീകാരം തരാത്ത എന്തിൻ്റെ പേരിലാണ്? തൊലി കറുത്തതിൻ്റെ പേരിൽ എനിക്ക് യാതൊരു അംഗീകാരം കിട്ടിയില്ല. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം അമേരിക്കയിലെ പട്ടണത്തിലൂടെ മധ്യത്തിലൂടെ പോകുന്ന വലിയൊരു പുഴ ഉണ്ടായിരുന്നു, അമേരിക്കയുടെ തലസ്ഥാനമായ ആ പുഴയുടെ തീരത്ത് നിന്ന് എല്ലാവരും കാണെ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ എനിക്ക് അംഗീകാരം തരാത്ത രാജ്യമേ, അംഗീകാരം തരാത്ത സമൂഹമേ, ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രശസ്തി ലോകത്തുയർത്തിക്കൊണ്ടുവന്നു. ഞാൻ ചാമ്പ്യൻഷിപ്പ് നേടി, ബോക്സിംഗ് ചാമ്പ്യനാണ്. പക്ഷേ ഞാൻ തൊലി കറുത്തവനായതിൻ്റെ പേരിൽ എൻ്റെ സ്വന്തം നാടായ അമേരിക്കയിൽ എനിക്ക് ആരും ഒരു അംഗീകാരം തരിക മാത്രമല്ല, വെള്ളക്കാർ കയറി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ തന്നെ പുറത്താക്കി. ആരും എന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അംഗീകാരം വേണ്ട എന്ന് പറഞ്ഞ് ആ പുഴയിലേക്ക് അദ്ദേഹം വലിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം നേരെ അമേരിക്കയിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിം പണ്ഡിതന്മാരെ ഓടിച്ചെന്നിട്ട് എനിക്ക് ഇസ്ലാം മതം പകർന്നു തരൂ, ഞാൻ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നു. ജാതീയതയില്ലാത്ത, കറുത്തവനോ വെളുത്തവനോ എന്ന് വ്യത്യാസമില്ലാത്ത എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് ഒരേ മനുഷ്യരായി കാണുന്ന മതം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാം മതം മാത്രമാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ മുസ്ലിമിക്ക് മെമ്പർഷിപ്പ് തരിക. അവിടെ വെച്ച് അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം ഒരു പ്രവർത്തകനായി മാറി. ഇസ്ലാമിൻ്റെ ദൗത്യം എല്ലാ ഭാഗത്തും അദ്ദേഹം മുഹമ്മദ് അസദിനെ പോലെ അദ്ദേഹം വലിയ ഒരു പ്രവർത്തകനായി മാറി. അദ്ദേഹത്തെ 80-85 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തെ MESൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയുണ്ടായി. കോഴിക്കോട് വെച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ജാതീയത വലിയൊരു വിഷമമാണ്. ലോകത്ത് ജാതീയത ഇല്ലാതെയാക്കിയത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ഇന്നലെ വരെ
താഴ്ന്ന ജാതിയായിരുന്നവനും ഖുറൈശി തമ്പുരാക്കന്മാരായാലും കറുത്ത വർഗക്കാരനായാലും ഇസ്ലാമിൽ ഒരേ ഒരു സ്ഥാനം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഹബ്സിയക്കാർ, ആഫ്രിക്കയിലെ എത്യോപ്യയിൽ ജനിച്ചു വളർന്ന കറുത്ത വർഗക്കാരായിരുന്നു. എന്തോ ആവശ്യാർത്ഥം കുടുംബസമേതം മക്കയിലേക്ക് കുടിയേറി പാർത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവും അദ്ദേഹത്തിൻ്റെ പിതാവും കറുത്ത വർഗക്കാരാണ്, പിന്നോക്കക്കാരാണ്, താഴ്ന്ന ജാതിക്കാരാണ്. ഏറ്റവും കൂടുതൽ ജാതീയതയുള്ളതും ആഫ്രിക്കയിലൊക്കെ തന്നെയാണ് കേട്ടോ. ആഫ്രിക്കയിലൊക്കെ കറുത്ത വർഗക്കാരും കൂടിയാണ്. അവിടെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ അവിടെ പോയി കുറേ പ്രവർത്തിച്ചതാണ് കേട്ടോ. സന്ദർഭമായി അതുകൂടി ഉണർത്തുന്നു. അങ്ങനെ മക്കത്ത് വന്നു, ബിലാൽ റളിയല്ലാഹു ജന്മം നൽകി. അവരുടെ മാതാവും പിതാവും പിന്നോക്ക ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അവർ ബിലാൽ ജനിച്ചത് മക്കയിലാണ്. അവരുടെ കുടുംബം ഹബിസിയിലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ബിലാൽ ഹബിസിയൻ, ബിലാൽ എത്യോപ്യക്കാരനാണ്. ഷുഹൈബ് റോമിയൻ, ഷുഹൈബ് റോമക്കാരനാണ്. സൽമാൻ ഫാരിസിയൻ, സൽമാൻ പേർഷ്യക്കാരനാണ്. അന അറബിയൻ, ഞാൻ അറബിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം അന അറബി എന്ന് പറയാമായിരുന്നു. ഇല്ല, ആദ്യം പറഞ്ഞത് ബിലാലിൻ്റെ പേരാണ്. ബിലാൽ അത്രയും താഴ്ന്ന ജാതിക്കാരനാണ്. പിന്നെ സുഹൈബിനെ പറഞ്ഞു, പിന്നെ സൽമാനെ പറഞ്ഞു, അവസാനം പറഞ്ഞു ഞാൻ പേർഷ്യക്കാരനാണ് എന്ന് പറഞ്ഞു. ഞാൻ അറബിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബിലാലിനെ ഉമയ്യത്തിൻ്റെ അടിമയായിട്ടാണ് രംഗത്ത് കാണുന്നത്. മാതാപിതാക്കളൊക്കെ അടിമകളാണ്. അടിമത്വം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൻ്റെ അടിമയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. അതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും ഉമയ്യത്തിൻ്റെ ഭാഗത്തും സഹിക്കേണ്ടി വന്നു. ഉറച്ചു നിന്നു. അലസ്നൽ ഹക്ക, സത്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും മർദ്ദിക്കാം. ഉമയ്യത്ത് പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ പ്രമാണിയാണ്, എൻ്റെ അടിമയാണിനി, ഞാൻ ഖുറൈശിക്കാരനാണ്, ഞാൻ പാരമ്പര്യമായ മതത്തിൽ വിശ്വസിക്കുന്നവനാണ്, മുഹമ്മദിൻ്റെ പുത്തൻ മതത്തിൽ വിശ്വസിക്കുന്നവനല്ല. നീ അതുകൊണ്ട് ഇതിൽ നിന്ന് വിരമിക്കുന്നുവോ, അത് ഉപേക്ഷിക്കുന്നുവോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഉപദ്രവിക്കും. ഉപദ്രവത്തിൻ്റെ ഒരു ശൃംഖല തന്നെ. നേരം വെളുത്താൽ വസ്ത്രം അഴിച്ച് ചൂടുള്ള മണലിൽ കഴുകിയ കാലം കൂട്ടിക്കെട്ടി മലർത്തി കടത്തി കരിങ്കല്ലും നെഞ്ഞത്ത് വെച്ച് കുട്ടികളെ കണ്ട് വലിപ്പിക്കുമ്പോൾ ബിലാലിൻ്റെ വായയിൽ നിന്ന് മാത്രം അഹദ് അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്. ഈ വേദനാജനകമായ രംഗം കണ്ടുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്ന ഉടനെ തന്നെ ബിലാലിന് എന്താ നിങ്ങൾക്ക് വില വേണ്ടത് എന്ന് പറഞ്ഞ് വില കൊടുത്ത് വാങ്ങി ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിച്ചു. ബിലാൽ കറുത്തവനാണ്, പക്ഷേ ഇന്ന് ബിലാൽ അടിമയല്ല. ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനായും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മക്കയിലൂടെ തന്നെ പീഡനം സഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ച് അതിൻ്റെ പ്രബോധന പ്രവർത്തനവുമായി പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമസ്കാരം മക്കയിൽ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും ജമാഅത്ത് രീതിയൊക്കെ മദീനയിൽ ചെന്നതിന് ശേഷമാണ് ഉണ്ടായത്. ബാങ്ക് കൊടുക്കുക, നമസ്കാരത്തിനുള്ള വിളിയാളം, അറിയിപ്പ് എങ്ങനെ വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പല സ്വപ്നവും കണ്ടു. ആ സ്വപ്നത്തിൻ്റെ ആകെ മൊത്തം നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന ബാങ്കിൻ്റെ പദങ്ങളായിരുന്നു. റളിയല്ലാഹു കണ്ടു, കൂട്ടത്തിൽ ബിലാലും കണ്ടു, പലരും കണ്ടു. അപ്പോൾ ഓരോ കൂടി ആലോചിച്ചു, അങ്ങനെ ബാങ്ക് കൊടുക്കുക. ആ ബാങ്ക് കൊടുക്കുവാൻ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രഥമമായ അഫ്ദൽ അമലായ ബാങ്കിന് നമസ്കാരത്തിൻ്റെ വിളിയാളം കൊടുക്കാൻ അവിടെ പലരും ഉണ്ടായിരുന്നു. കറുത്തവനായിരുന്ന ബിലാൽ, അടിമയായിരുന്ന ബിലാൽ, ആ ഇസ്ലാമിൻ്റെ ചിഹ്നമായ നമസ്കാരത്തിന് വിളിയാളം വിളിക്കാനുള്ള ആദ്യത്തെ മുഅദ്ദിനുൽ ബിലാൽ, ആദ്യം ബാങ്ക് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമതലപ്പെടുത്തിയത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ആ മധുരമായ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ബാങ്ക് കേൾക്കുവാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അത്രയും സുന്ദരമായ, ലളിതമായ, മധുരമായ ഈണത്തിലായിരുന്നു ബിലാൽ റളിയല്ലാഹുവിൻ്റെ ബാങ്ക്. ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സുബൈ നമസ്കാരത്തിൽ ബിലാൽ റളിയല്ലാഹുവിൻ്റെ വകയായിട്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ, ഉറങ്ങി മൂടിപ്പുതച്ച് കിടക്കുന്ന സഹോദരന്മാരെ, ആ ഉറക്കത്തിനേക്കാൾ ഗുണമാണ് നമസ്കാരം. നമസ്കാരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ള
പദം ഉപയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു. അങ്ങനെ അസ്സലാത്തുൽ ഖൈറു മിന്നൗം എന്ന് സുബഹി നമസ്കാരത്തിൽ ബാങ്കിൽ പറയൽ സുന്നത്താക്കിയത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ബാങ്കിൽ ഉൾപ്പെടുത്തിയ ഈ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അങ്ങനത്തെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? സയ്യിദ് എന്ന് വിളിച്ചു. നീ ഞങ്ങളുടെ നേതാവാണ്. കറുത്തവനെ സയ്യിദ് എന്ന് വിളിച്ചു. നീ ഞങ്ങളുടെ നേതാവാണ്. അതുമാത്രമല്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിൻ്റെ അടിമയിൽ നിന്ന് ആ മർദ്ദനങ്ങളിൽ നിന്നൊക്കെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നേതാവിൻ്റെ നേതാവ്. അത്രയും ബഹുമതി കിട്ടി. കറുത്തവനായി ജനിച്ചു വളർന്ന, അടിമയായി ജനിച്ചു വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ ആ ജാതീയത, ഉച്ചനീചത്വം ഇസ്ലാമെന്ന് ഇല്ലാതാക്കി. ആ ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത അടിമയായിരുന്നു. ആദ്യം ഇസ്ലാമം സ്വീകരിച്ചത് ഖദീജ ബീവി, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അടിമകളിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു. ആ പട്ടിക എന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ ഈ ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുന്നു. ആ സമയത്താണ് ഗിഫാരി ഗോത്രക്കാരനായ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരു ബോധം അറിവ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹമാവട്ടെ വിഗ്രഹാരാധന കൊണ്ട് മടുത്തു നടക്കുകയാണ്. അദ്ദേഹം ആരാധിച്ചിരുന്ന ദൈവത്തിൻ്റെ വിഗ്രഹം അദ്ദേഹത്തിന് കൂടെ വെച്ച് തോളിൽ കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കും. അത്രയും വിഗ്രഹപ്രിയനായ ഒരു ആരാധകനായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹത്തിന് മലമൂത്ര വിസർജനം നടത്താൻ തോന്നിയപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ദൈവം, അദ്ദേഹത്തിൻ്റെ ദൈവം, വിഗ്രഹമാവുന്ന ദൈവം, അതിനെ പിടിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്ന അനാദരവല്ലേ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഞാൻ ആരാധിക്കുന്ന ദൈവത്തിനെ ഒരു മരത്തിന് ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജനമൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ താൻ ആരാധിച്ചിരുന്ന ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മേൽ ഒരു കുറുനരി മലമൂത്ര വിസർജനം നടത്തിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു, വിഷമിപ്പിച്ചു, ചിന്തിപ്പിച്ചു. ഇതിനെയാണോ ഞാൻ ദൈവമായി ആരാധിക്കുന്നത്? ദൂരെ വലിച്ചെറിഞ്ഞു. ആ സമയത്താണ് മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അബൂദർ റളിയല്ലാഹു അൻഹു അറിയുന്നത്. അദ്ദേഹം എൻ്റെ സഹോദരനെ ആദ്യം മക്കയിലേക്ക് പറഞ്ഞയച്ചു. മക്കയിൽ പോയി നീ അന്വേഷിച്ചു വാ, ഒരു പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ടത്രേ. അങ്ങനെ തൻ്റെ സഹോദരൻ മക്കയിൽ വരുന്നു, അന്വേഷിക്കുന്നു. അങ്ങനെ പ്രവാചകനെക്കുറിച്ച് അറിയുന്നു. തിരിച്ച് സഹോദരൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. പക്ഷെ വേണ്ടത്ര അറിവ് തൻ്റെ സഹോദരൻ നേടിയില്ല. ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും ഞാൻ കാണുകയുമുണ്ടായെന്നും മാത്രമാണ് അബൂദർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാതെ അബൂദർ റളിയല്ലാഹു അൻഹു തന്നെ ഒരു സുപ്രഭാതത്തിൽ പുറപ്പെട്ടു. എങ്ങോട്ട്? മക്കയിലേക്ക് പുറപ്പെട്ടു. ഹറമിൽ വന്നു, കാബയുടെ വന്നു. കാബയുടെ അടുത്ത് മുശ്രിക്കുകൾ അവർ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആരാണ് പുതിയ പ്രവാചകൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചോദിക്കുന്നവരൊക്കെ മർദ്ദനവും പീഡനവും അവഹേളനവും വഷളാക്കലും പരിഹാസവുമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഈ കൂട്ടത്തിൽ ആരാണ് ഞാൻ തേടി വന്നിട്ടുള്ള എൻ്റെ മനസ്സിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ കെടാതെ സൂക്ഷിക്കുന്ന ആ പ്രവാചകൻ ആരാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടി കുറേ ദിവസം നടന്നു. 3 ദിവസം ചുറ്റിപ്പറ്റി നടന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റജുലുൻ ഖരീബൻ, ഏതോ നമ്മുടെ രാജ്യത്തില്ലാത്തൊരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് സലാസത്ത അയ്യാമിൻ, 3 ദിവസമായല്ലോ ചുറ്റിപ്പറ്റി നടക്കുന്നത്. അദ്ദേഹം വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് കൂട്ടുകൂടി. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടം കൂടാതെ കൈ പിടിച്ചുകൊണ്ട് അതിഥിയായിട്ട് അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 3 ദിവസം താമസിച്ചു. എന്നിട്ടും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചാൽ അത് അധികമായി പോകുമോ, ചോദിക്കാതെ പറഞ്ഞാൽ അല്ല വേറെല്ല അപകടത്തിൽ പെടുമോ എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നു. വീണ്ടും അവിടെ ഞാൻ ചുറ്റിപ്പഞ്ഞി നടന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കടന്ന് വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോൽപാത്രത്തിൽ വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്. ഇതെല്ലാം അവിടെ വെച്ചിട്ട് ഉറങ്ങുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ആ വഴിക്ക് പോകുമ്പോൾ കണ്ടു, ഈ റജുൽ, ഇയാൾ ഇന്നലെ എൻ്റെ വീട്ടിലുണ്ടാകുന്നത് അതിഥിയായിരുന്നല്ലോ, ഇദ്ദേഹം എന്താ ഇവിടെ കിടക്കുന്നത്? അങ്ങനെ വിളിച്ചുണർത്തി ചോദിച്ചു, സഹോദര, നിൻ്റെ ആഗമന ഉദ്ദേശം എന്താണ്? നീ എന്നോട് പറയൂ.
അഹ്ബനി അന്നക്ക മുറാദുക്ക, നിൻ്റെ ഉദ്ദേശം എന്നോട് പറയും. അങ്ങനെ അപ്പോൾ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ടല്ലോ, ആ പ്രവാചകനെ കാണുവാനും അതിൽ വിശ്വസിക്കുവാനും വേണ്ടി വന്നതാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വെല്ലുവിളി എനിക്കൊന്ന് അറിയിച്ചു തരൂ, കാണിച്ചു തരൂ. വലിയ സന്തോഷമായി. ഫസ്ബിർ, നീ ക്ഷമിക്ക്, ഞാൻ വഴിയുണ്ടാക്കി തരാം. വീണ്ടും അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുപോയി, അയ്യല്ലാനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവർ പുറത്തേക്ക് വന്നു. എന്നിട്ട് എൻ്റെ കൂടെ നീ വരിക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊന്ന് അകന്ന് നിൽക്കും, നീ എൻ്റെ കൂടെ നിന്ന് മാറി നിന്നാൽ മതി, ആരോടും ആഗമന ഉദ്ദേശം പറയരുത്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി പ്രവാചകനോട് കാര്യങ്ങൾ പറഞ്ഞു. പ്രവാചകനിൽ വെച്ച് അവൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ പ്രവാചകൻ പറഞ്ഞു, ഇതബില ബർദിക്ക, നീ എൻ്റെ നാട്ടിലേക്ക് പോയിട്ട് അഹബുർ അല ഉസ്രത്തിക്ക, നിൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഞാൻ പറയുമ്പോൾ തിരിച്ചു വന്നാലും മതി, ഇപ്പോൾ നീ പോയിരിക്കും, രഹസ്യമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ഇത് മറച്ചു വെക്കുകയില്ല. തൗഹീദ് വിശ്വസിച്ചതിൽ അൽഹറാക്കിയത് പരസ്യമായി കഅബയോടെ ചെന്ന് ഹറമിൽ ചെന്ന് മക്കാ മുശ്രിക്കിടയിൽ വെച്ചിട്ട് പരസ്യമായിട്ട് കലിമ ചൊല്ലി മുസ്ലിമായ ആളാണ് അബൂ ദർദാ ഗിഫാരി. അതിന് ശേഷമാണ് ഹംസ റളിയല്ലാഹു, അതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു, അബൂബക്കർ സിദ്ദീഖ് നേരത്തെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഹറമിൽ ചെന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരെന്നെ തടുക്കാൻ ആരുണ്ട്? ഉച്ചത്തിൽ പറഞ്ഞു. മക്കയിലുള്ള ഖുറൈശികളും പ്രമുഖന്മാരുമായ ബഹുദൈവ വിശ്വാസികൾക്ക് അത്ഭുതമായി പോയി. നമ്മുടെ നാട്ടിൽ വെച്ച് ഇത്തരത്തിൽ പ്രഖ്യാപിക്കുവാൻ ധൈര്യം കാണിച്ചവൻ ആരാണ്? അവനെ പിടിക്കുക. അങ്ങനെ അവർ മർദ്ദിച്ചു അവശനാക്കി. ഇതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു വന്നു. അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഇവൻ ഗിഫാരി ഗോത്രക്കാരനാണ്, നിങ്ങൾ സിറിയയിലേക്കും ഷാമിലേക്കൊക്കെ കച്ചവടത്തിന് പോകുമ്പോൾ ഗിഫാരി ഗോത്രത്തിലേക്കാണ് നിങ്ങൾ പോവുക, ഇയാളെ മർദ്ദിക്കുന്നതിന് പകരം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇടയിൽപ്പെട്ടു. അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അങ്ങനത്തെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം മുഷബ്ബിഹുൽ ഈസ ബിൻ മറിയം, ഈസാ നബിയോട് തശ്ബീഹ് ചെയ്ത് തുർമുദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഈസ. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയാം, എനിക്ക് അസൂയ തോന്നി, ഇങ്ങനെ ഗിഫാരി ഗോത്രക്കാരന് വന്ന ഒരാളെ ഈസാ നബിയെ പോലെയാണെന്ന് പറഞ്ഞു. നബി നിങ്ങൾ അംഗീകരിച്ച് പറയണം, അതെ താങ്കളും അത് അംഗീകരിക്കണം, അദ്ദേഹം ഈസാ നബിയെ പോലെയാണ്, നബിയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. പിന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ആകാശത്തിൽ നിന്ന് ആകാശം നേരിട്ട് കൊടുക്കുന്നതിൽ വെച്ച് ഉത്തമൻ, ഭൂമി ഭാരം വഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ഒരാളെ. എന്തുകൊണ്ട്? സത്യം പറയുന്നതിലും വാഗ്ദാനം പൂർത്തീകരിക്കുന്നതിൽ നിഷ്കളങ്കമായ ഈമാനും ഇഖ്ലാസുമുള്ള ഒരേ ഒരു വ്യക്തിയാണ് അബൂ ദർദാ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവും ഈ അബൂ ദർദാ ഗിഫാരി റളിയല്ലാഹു അൻഹു കൂട്ടുകാരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മക്കയിലാണ്, മദീനയിലേക്ക് എത്തിയിട്ടില്ല. ആ സമയത്ത് അബൂ ദർദാ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്തോ ഒരു സന്ദർഭവശാൽ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എത്ര തന്നെ ആയാലും കറുത്തവൻ്റെ മകനല്ലേ, കറുത്തവളുടെ മകനല്ലേ നീ എന്നൊരു വാക്ക് പറഞ്ഞു പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി സങ്കടം പറഞ്ഞു, നബിയെ ഇങ്ങനെ എന്നെ പറഞ്ഞു, ആക്ഷേപിച്ചു, എന്നെ വേദനിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദർദാ ഗിഫാരിനെ ആളയച്ച് വരുത്തി പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞു? അതെ ഞാൻ പറഞ്ഞു പോയി നബിയെ. തന്നിൽ ഇപ്പോഴും ജാഹിലിയത്തിൻ്റെ അംശം ഉണ്ടല്ലേ, ജാഹിലിയത്തിൻ്റെ ഭാഗം ഇപ്പോഴും ഉണ്ട്, അതാണ് നീ കാണിച്ചത്. നീ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോയി ക്ഷമ ചോദിച്ചിട്ട് അവനേക്കാണ് മാപ്പാക്കണം. അങ്ങനെ അബൂ ദർദാ ഗിഫാരി റളിയല്ലാഹു അൻഹു നേരെ ബിലാലിൻ്റെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാലിൻ്റെ ചുവട്ടിൽ കടന്നു, നിങ്ങളുടെ കാലുകൾ എൻ്റെ മുഖത്ത് ചവിട്ടുക, എനിക്ക് മാപ്പാക്കി തരിക, എനിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പൊറുക്കലിന് തേടുക, ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഇബത്ത് പരദൂഷണം പറഞ്ഞു പോയി, അതിൻ്റെയൊക്കെ ഒന്ന് അബദ്ധമാണ്, എനിക്ക് മാപ്പാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എന്നെ ചവിട്ടും കുത്തൊന്നും വേണ്ട, നിങ്ങൾക്ക് ഞാൻ മാപ്പാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് ശക്തികൾ, രണ്ട് നല്ല വ്യക്തികൾ തമ്മിൽ ഇങ്ങനത്തെ ഒരു വാക്ക് പ്രയോജനം ഉണ്ടാകും. കറുത്തവൻ്റെ മകളെ എന്ന് വിളിച്ചു. അപ്പോൾ എത്ര കറുത്തവന്മാരാണ് ജാതിയുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഹോമിക്കപ്പെടുന്നത്, ക്രൂശിക്കപ്പെടുന്നത്, വധിക്കപ്പെടുന്നത്, ആത്മഹത്യം ചെയ്യുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പുല്ലുക്കും ആദം വല്ലാദം മിനത്തുറാബ്, എല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്, ആദമാവട്ടെ മണ്ണിൽ നിന്നും. ഒരറബിക്കും ഒരു അജമിക്കും യാതൊരു ശ്രേഷ്ഠതയുമില്ല, ഇല്ലാബി തഖ്വ കൊണ്ടല്ലാതെ. ആരാണോ ഏറ്റവും കൂടുതൽ ഭക്തൻ അവർക്ക് മാത്രമാണ് ഇതുള്ളത്. 1947 ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് UNO നിലവിൽ വന്ന് 1947 രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടാണ് ഐക്യരാഷ്ട്രസഭ നിലയിൽ വന്നത്. ലോകത്തിന് യുദ്ധം പാടില്ല എന്ന നിലക്കാണ്
ഐക്യരാഷ്ട്രസഭ വന്നത്, UNO. അതേപോലെ നോക്കുകുത്തിയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. കുറേ ആൾക്കാർ അതിൻ്റെ പേര് ശമ്പളമൊക്കെ പറ്റി അടിച്ചുപൊളി ജീവിക്കുന്നു. ഈ ഐക്യരാഷ്ട്രസഭ കൊണ്ട് ലോകത്തിന് ഒരു ഉപകാരവുമില്ല. ലോകത്ത് ഇപ്പോഴും നിറനായാട്ടാണ്, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പാവപ്പെട്ട ജനങ്ങളെ കൊന്നു ഒടുക്കുന്നു അമേരിക്കയൊക്കെ. ആ സമയത്തുണ്ടായതാണ് UN ഐക്യരാഷ്ട്രസഭയിൽ ഈ യുദ്ധം പാടില്ല. അത് കഴിഞ്ഞ് 48 പല സാഹചര്യം ഉണ്ടായപ്പോൾ 1948 മനുഷ്യാവകാശത്തിന് ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 24 1940 നിയമം കൊണ്ടുവന്നു. എല്ലാ ഡിസംബർ 10 ഇനി മുതൽ വേൾഡ് ഹ്യൂമൻസ് ഡേ, ലോക മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിച്ചു. ആ ഡിസംബർ 10 എല്ലാ ഭാഗത്തും ഈ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഉത്ബോധനം നടത്തുന്ന ഒരു മനുഷ്യനും നിറത്തിൻ്റെയോ ഭാഷയുടെയോ ജാതിയുടെയോ പേരിൽ ഹോമിക്കപ്പെടാൻ പാടില്ല, മർദ്ദിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമം ഇവിടെ ഉണ്ട്. ആ നിയമത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ജാതീയതയുടെ പേരിലുള്ള അക്രമങ്ങളും അഴിമതികളും വിദ്വേഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം സൽമ തങ്ങൾ 13 കൊല്ലം മക്കയിൽ പ്രബോധനം ചെയ്തതിനു ശേഷം മദീനത്തേക്ക് പോയി. മക്കം ഫതഹായി തിരിച്ചു വന്നു. എല്ലാവരും പേടിച്ച് നിൽക്കുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞു, ഇദ്ഹബു അന്തും തുലക്കാവ്, നിങ്ങളൊക്കെ സ്വതന്ത്രം, നിങ്ങളൊക്കെ പോയിക്കോളി, നിങ്ങളെ ഒന്നും ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തന്നിരിക്കുന്നു, എല്ലാവരും പോയിക്കോളി എന്ന് പറഞ്ഞു. ഈ സമയത്ത് അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രയോ മർദ്ദിച്ച് പീഡിപ്പിച്ച് ആട്ടിയോടിക്കപ്പെട്ട ശത്രുക്കൾ ആകെ ആശ്ചര്യമായി. നമുക്കൊക്കെ മാപ്പ് തന്നിരിക്കുകയാണോ? ഇതിലും മേലെ നല്ലൊരു വ്യക്തി ഇനി ആരാണ് നമുക്ക് കിട്ടുക? എത്ര 13 കൊല്ലം മർദ്ദിച്ച് പീഡിപ്പിച്ച് ആ വ്യക്തി തിരിച്ചു വന്നപ്പോൾ ആരെയും നോവിക്കാതെ, വാക്കുകൊണ്ടോ കൈ കൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും കൊണ്ടോ ഉപദ്രവിക്കാതെ എല്ലാവരും സ്വാതന്ത്ര്യം പോയിക്കൊള്ളുന്നതാണ്. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 കൊല്ലം മുമ്പ് മക്കയുടെ താക്കോൽ, കാബയുടെ താക്കോൽ ആവശ്യപ്പെട്ടു. ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലായിരുന്നു കാബയുടെ താക്കോൽ. കാബയെ തുറന്ന് അവിടെ നിന്ന് കയറി നിസ്കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു തൽഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ താക്കോൽ തരൂ. ഉസ്മാൻ ഇബ്നു തൽഹ തരില്ല, അതൊരിക്കലും താങ്കളെ ഏൽപ്പിക്കുക, താങ്കളത് വാങ്ങാനുള്ള യോഗ്യനല്ല, തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ഈ താക്കോൽ നീ എൻ്റെ അടുക്കൽ കൊണ്ടുവരും, ഈ താക്കോൽ കൊണ്ട് വരും. അപ്പോൾ തൽഹത്ത് പറഞ്ഞു, അന്ന് അറബികളുടെയും ഖുറൈശികളുടെയും അപമാനമായിരിക്കും, സങ്കട ദിവസമായിരിക്കും, ദുഃഖകരമായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് എല്ലാ അറബികളുടെയും ഖുറൈശികളുടെയും അഭിമാനത്തിന് ദിവസമായിരിക്കും, സന്തോഷത്തിന് ദിവസമായിരിക്കും, ഒരിക്കലും വിഷമമുണ്ടാകില്ല, അന്നത്തെ ഒരു ദിവസം അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ആ ദിവസം അത് വന്നിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചു, ആ താക്കോൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. കാബയുടെ താക്കോൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു തൽഹ അത്ഭുതപ്പെട്ടു പോയി. ആലിൽ വിറക്കുന്നത് വരെ വിറച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കാബയുടെ താക്കോൽ കൊടുത്തു. ആ കാബയുടെ താക്കോൽ കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാബ തുറന്ന് കാബൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടെ ഉണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹംദ റളിയല്ലാഹു അൻഹു ഇല്ല, ഉഹദിൽ ഷഹീദായി പോയില്ലേ, പലരും ഉണ്ട്, മരുമൻ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ആരെയും വിളിക്കാതെ കറുത്തവനായ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ച് കാബ തുറന്ന് കാബനുള്ളിൽ പ്രവേശിച്ച് നമസ്കരിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങി കാബയുടെ മുകളിൽ കയറിക്കൊണ്ട് മക്കയിലുള്ള ആദ്യത്തെ പരസ്യമായിട്ടുള്ള ബാങ്കിൻ്റെ വിളിയാളം. 10 കൊല്ലം പരസ്യമായി അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടില്ല, പരസ്യമായി നമസ്കരിച്ചിട്ടില്ല. അതൊക്കെ മദീനയിൽ പോയതിനു ശേഷം ഉണ്ടായത്. ബിലാൽ റളിയല്ലാഹു അൻഹു കാബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുത്തു. കറുത്തവനായ ബിലാൽ, തൊലി കറുത്തതിൻ്റെ പേരിൽ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ച മാനവ സമൂഹമേ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ മനസ്സിലാക്കൂ. മതം എന്ന് പറയുന്നത് ജാതീയതയല്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം, സമത്വം വേണം. അതാണ് ലോകത്തുള്ള മാനവികത. ആ മാനവികതയ്ക്ക് ഉദാഹരണം അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാബയുടെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹുവിനെ കൊണ്ടൊരു ബാങ്ക് കൊടുപ്പിച്ചു. ബാങ്ക് കേട്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ നിശബ്ദരായി കഴിഞ്ഞിറങ്ങി വന്നു. ഈ താക്കോൽ ആരുടെ കയ്യിൽ കൊടുക്കും? ആരാണ് താക്കോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് കൊടുത്തത്? ഉസ്മാൻ ഇബ്നു തൽഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കോൽ വാങ്ങി. ആ താക്കോൽ ഇനി ആർക്ക് കൊടുക്കണം? പലരും ആഗ്രഹിച്ചു. അലി റളിയല്ലാഹു അൻഹു വിചാരിച്ചു, എനിക്ക് ആയിരിക്കും തരിക.
അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനും ആഗ്രഹമില്ലായ്മയല്ല, ഉമർ അള്ളാഹുവിനും ആഗ്രഹിച്ചു. പക്ഷേ ആർക്കും കൊടുത്തില്ല. എന്നെ ഏൽപ്പിച്ച, ഞാൻ ആരാ കയ്യിൽ നിന്നാണോ താക്കോൽ വാങ്ങിയത്, ആ താക്കോൽ ബിലാൽ ഉസ്മാൻ ഇബ്നു തൽഹ ഇങ്ങോട്ട് വരൂ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ സന്തോഷത്തോടു കൂടി താക്കോൽ ഏൽപ്പിച്ചു. നീയും നിൻ്റെ കുടുംബമായിരിക്കണം ലോകാവസാനം വരെ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ, കസ്റ്റോഡിയൻ, കഅബയുടെ കസ്റ്റോഡിയൻ താനായിരിക്കണം എന്ന് പറഞ്ഞു. ആ താക്കോൽ ഏൽപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അത് പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദൂ അമാനാത്തി അഹ്ലിഹാ. നിങ്ങളടുത്ത് ആരാണോ അമാനത്ത് തന്നത്, താക്കോൽ തന്നത്, ആ വ്യക്തിയെ തന്നെ അത് ഏൽപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ വിളംബരമുണ്ടായി. സൂറത്ത് നിസായിലെ 4-ാമത്തെ അധ്യായത്തിലെ 58-ാമത്തെ ആയത്തിൻ്റെ അവതരണം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദൂ അമാനാത്തി ഇലാ അഹ്ലിഹാ വഇദാ ഹക്കംതും ബൈനന്നാസ്. ജനങ്ങളിടയിൽ നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ അൻ തഹക്കുമു ബിൽ അദിൽ, നീതിപൂർവമായിരിക്കണം. അതാണ് ഈ കാണിച്ചത്. താക്കോൽ കൊടുത്ത അതേ ആൾക്ക് 13 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് ചോദിച്ചിട്ട് കൊടുത്തില്ല. ഇപ്പോൾ താക്കോൽ തിരിപ്പേൽപ്പിച്ചു. ഇന്നല്ലാഹ നിഅമാ യഅലിക്കും ബിഹി. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ഒരു ഉപദേശം നൽകും. നമ്മൾക്കല്ല, ലോകത്തിൻ്റെ മുമ്പിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങളെ കാണുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് കൂടി കേൾക്കുക സഹോദരന്മാരെ. യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ, യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരി വ ഉൻസ. നിങ്ങളെ ഒരേ ഒരു പുരുഷനിൽ നിന്നും ഒരേ ഒരു സ്ത്രീയിൽ നിന്നാണ് അല്ലാഹു തആല നിങ്ങളെ പടച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ, നിങ്ങളെ പല സമുദായക്കാർ, ഖബായില പല ഗോത്രക്കാരൊക്കെ ആക്കിയതിന് വേണ്ടിയാണ്. തആറഫു, തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഓരോരുത്തർക്കും ഓരോ പേര്, ഓരോ അഡ്രസ്സ്, ഒരു കുടുംബ പേര്, ഇതൊക്കെ ആളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. തആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ തഖ്വ ഉള്ളവനാണ്, ഏറ്റവും വലിയ മാന്യൻ, ഏറ്റവും വലിയ തഖ്വ ഉള്ളവനാണ്. അത് വെളുത്തവനല്ല, ഉയർന്ന ജോലിയുള്ളവനല്ല, സമ്പന്നനല്ല, ഏറ്റവും വലിയ തഖ്വ ഉള്ളവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ മാന്യൻ എന്ന് ഈ സന്ദേശം എല്ലാവരും പ്രചരിപ്പിക്കുക. പാവപ്പെട്ട നിതിൻ രാജ് പോലത്തെ സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത്. എല്ലാവർക്കും ഫീദിനില്ലാഹി അഫ്വാജ. മുഹമ്മദ് അലി